പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 12-ാം അധ്യായം 28 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. ഒരു നിയമജ്ഞൻ ഈശോയോട് ചോദിക്കുന്നു, എല്ലാറ്റിലും പ്രധാനമായ കൽപ്പന ഏതാണ്? അവന്റെ ആ ചോദ്യത്തിന് ഈശോ പറയുന്ന ഉത്തരം നമ്മുടെ ആത്മീയ ജീവിതത്തെ കൂടുതൽ ആഴപ്പെടുത്തുന്നതും നമ്മളെ കൂടുതൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നതുമാണ്. ഏറ്റവും പ്രധാനമായ കൽപ്പനയെക്കുറിച്ച് ചോദിക്കുമ്പോഴും ഈശോ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമല്ല, രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമത് പറയുന്നു, എല്ലാറ്റിലും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുക. ഈശോ പറയുന്നു, രണ്ടാമത്തെ കൽപ്പന ഇതാണ്, നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഒന്നാമത്തെ കൽപ്പന അത് മാത്രം പറഞ്ഞു നിർത്തിയാൽ പൂർണ്ണതയില്ല എന്നുള്ളത് കൊണ്ടാണ് ഈശോ രണ്ടാമത്തേതിലേക്ക് കൂടി കടക്കുന്നത്. ഒന്നാമത്തേത് ഒരുപക്ഷെ ഒരു തിയററ്റിക്കൽ സൈഡാണെങ്കിൽ, ദൈവത്തെ സ്നേഹിക്കുക എന്ന ഒരു ഐഡിയൽ കാര്യമാണെങ്കിൽ, അതിന്റെ പ്രായോഗിക വശമാണ്, പ്രാക്ടിക്കൽ സൈഡാണ് രണ്ടാമത്തെ കൽപ്പന, സഹോദരങ്ങളെ സ്നേഹിക്കുക. അതുകൊണ്ടാണ് ഈശോ ഒന്ന് പറഞ്ഞു നിർത്താതെ രണ്ടും കൂടെ പറഞ്ഞത്. ഒരു നാണയത്തിന്റെ ഇരുവശങ്ങൾ പോലെ അത് രണ്ടും വരുമ്പോഴാണ് അതിന് പൂർണ്ണതയുള്ളത് എന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് ദൈവത്തെ സ്നേഹിക്കുന്നു, നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നു, ദൈവത്തോട് നമുക്ക് അടുപ്പവും എല്ലാം ഉണ്ട് എന്ന് പറയുമ്പോഴും ഈശോ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? അതായത് രണ്ടാം ഭാഗം കൂടി നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? സഹോദരങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ? സഹോദരങ്ങളെ വെറുത്തുകൊണ്ട്, അവരോട് ഉള്ളിൽ ഇഷ്ടക്കേട് സൂക്ഷിച്ചുകൊണ്ട് ആർക്കും ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ സാധിക്കില്ല എന്ന് ഈശോ പ്രത്യേകിച്ച് ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. രണ്ടാമതൊരു കാര്യം കൂടി നമ്മളിവിടെ ശ്രദ്ധിക്കുന്നത്, നമുക്ക് ബുദ്ധിപരമായ ഒരു അറിവ് കൊണ്ട് മാത്രം നമ്മൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കില്ല. ഈശോയുടെ ഉത്തരം കേട്ടപ്പോൾ ഈ നിയമജ്ഞൻ പറഞ്ഞു, ഗുരു നീ നന്നായിട്ട് സംസാരിച്ചു, നീ പറഞ്ഞത് ശരിയാണ്, ഇങ്ങനെ ചെയ്യുന്നവര് ദൈവത്തിന് പ്രിയപ്പെട്ടവരാണ്, അവര് ദൈവത്തോട് വളരെ അടുപ്പമുള്ളവരാണ്. ഇതെല്ലാം പറഞ്ഞ് ഈശോ പറഞ്ഞതിനെ ഈ മനുഷ്യൻ അംഗീകരിക്കുന്നപ്പോൾ, ഈ മനുഷ്യനെ ഈശോ അംഗീകരിക്കുന്നു. അയാൾ പറഞ്ഞു, കാരണം ഇതെല്ലാ ബലികളെയും യാഗങ്ങളെയും കാൾ മഹനീയമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഈശോ പറഞ്ഞു, നീ ദൈവരാജ്യത്തിൽ നിന്ന് അകലെയല്ല, നീ ദൈവരാജ്യത്തിൽ ഉള്ളിലാണെന്നോ നീ അതിന്റെ ഉള്ളിൽ പ്രവേശിച്ചെന്നോ ഈശോ പറഞ്ഞില്ല. നീ ദൈവരാജ്യത്തിൽ നിന്ന് അകലെയല്ല, പക്ഷെ ഇപ്പോഴും നീ അതിനുള്ളിലേക്ക് വന്നിട്ടില്ല. കാരണം ബുദ്ധിപരമായ അറിവ് നിനക്കുണ്ട്, ബോധ്യമുണ്ട്. ഇനി ആ ബോധ്യത്തിനനുസരിച്ച് പ്രവർത്തിക്കുക കൂടി ചെയ്തെങ്കിലേ നമ്മൾ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുകയുള്ളൂ എന്നാണ് ഈശോ പറഞ്ഞതിന്റെ അർത്ഥം. നമുക്കും പലപ്പോഴും സ്നേഹമുള്ളവരെ അറിവുണ്ട്, ബോധ്യമുണ്ട് എന്ത് ചെയ്യണമെന്ന്. പക്ഷെ പ്രായോഗിക തലങ്ങളിൽ വരുമ്പോൾ നമ്മളത് ചെയ്യാനായി മറന്നു പോകുന്നു, അല്ലെങ്കിൽ വിമുഖത കാണിക്കുന്നു. നമുക്ക് അറിവ് വേണം, തീർച്ചയായും അത് നമ്മളെ ഇതിനോട് അടുപ്പിക്കും, സ്വർഗരാജ്യത്തോട് അടുപ്പിക്കും. പക്ഷേ അറിവ് കൊണ്ട് മാത്രം നിന്ന് പോകുന്നവരാവാതെ പ്രായോഗിക തലത്തിലേക്ക് കൂടി വന്ന് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നവരാകാൻ നമുക്ക് പരിശ്രമിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. സഭയിലെ ജീവിതത്തിലൂടെ, ഞങ്ങളുടെ മതപഠന ക്ലാസ്സുകളിലൂടെ, തിരുവചന വ്യാഖ്യാനങ്ങളിലൂടെ എല്ലാം ഞങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കേണ്ടത് എങ്ങനെയെന്ന അറിവ് നീ പറഞ്ഞു തരുന്നുണ്ട്. ആ അറിവ് ജീവിതത്തിൽ പ്രായോഗികമാക്കാനുള്ള ആത്മബലം കൂടി ഞങ്ങൾക്ക് ഓരോ അവസരങ്ങളിലും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.